കഴിഞ്ഞ ദിവസം കൊച്ചുവേളി കടൽ തീരത്തൊരു വിരുന്നുകാരൻ വന്നു. ആള് നല്ല സാക്ഷാൽ തിമിംഗല സ്രാവാണ്. ഏകദേശം ഒരു 12 മണിക്കൂറോളം പണിയെടുത്തിട്ടാണ്, അങ്ങനെ തന്നെ പറയാം, പണിയെടുത്തിട്ടാണ് ഒന്നിനെ കടലിലേക്ക് തിരികെ വിട്ടത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്തും കൊല്ലത്ത് തീരങ്ങളിൽ തിമിംഗല സ്രാവുകൾ കരയ്ക്കടിയുന്നത് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മാത്രം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഏകദേശം 19ഓളം സ്രാവുകളാണ് കരയ്ക്കടിഞ്ഞത്. ഇതിൽ പലതും ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് ഉൾക്കടലിലേക്ക് പോകുന്നവരുടെ വലയിൽ കുടുങ്ങിയാണ് പല തിമിംഗലങ്ങളും തീരത്തേക്ക് എത്തുന്നത്. പക്ഷേ ഇതൊരു ദുസൂചനയായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കാരണം കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ തന്നെ ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തിമിംഗല സ്രാവുകൾ കരയ്ക്കടിയുന്നത് പതിവായിരുന്നു. അന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ തിമിംഗല സ്രാവുകൾ കരയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിൽ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കേണ്ട, അതുകൊണ്ട് പേടിച്ചുകൊണ്ട്. കാരണം ഈ തിമിംഗല സ്രാവുകൾ ഇത്രയും വലിപ്പമുള്ളതും കടലിൽ തന്നെ കടൽ കൊമ്പനെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും ഏറ്റവും പേടിയുള്ള ഒരു ജീവി കൂടിയാണ് ഈ തിമിംഗല സ്രാവ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും കടലിൻ്റെ ഉള്ളിൽ പേടിക്കത്തക്ക എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കരയിലേക്ക് അടുത്ത് വരുന്നതെന്നും കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഇവർ ഇതേ രീതിയിൽ പറഞ്ഞ് ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ തിരുവനന്തപുരത്തെ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ആഞ്ഞടിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പേടിയും കൂടി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്.